അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ബ്യൂട്ടി പാർലറിൽ കയറി കേട്ടോ. അതുകൊണ്ട് നമ്മുടെ നവമിക്കുട്ടി ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്നേക്കുന്നത് കണ്ട് ഇവൻ കുറച്ച് ദിവസം കൊണ്ട് വണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അത് വണ്ടി ഓടിയും ആ ഗ്രൗണ്ടിലെ പൊടിയെല്ലാം അടിച്ച് തലയിലൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പൊടിയും അഴുക്കും ചെളിയൊക്കെ കയറി. അപ്പോൾ അങ്ങനെ തലയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, സ്പാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. മുടി വെട്ടത്തില്ല കേട്ടോ, മുടി അവൻ വളർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഡൊണേറ്റ് ചെയ്യാനായിട്ടാണ് മുടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ മുടി വളർത്തി അങ്ങനെ ഡൊണേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ച് പിടിച്ച് അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ മുടി വളർത്തുന്നത്. അപ്പോൾ അത് മുടി വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് അതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കണ്ടേ. അങ്ങനെ അവൻ വണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി കോമ്പറ്റീഷന് പോയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് തലയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അവന് കുറച്ച് ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം അവർ നോക്കി എല്ലാം ചെയ്ത് ശരിയാക്കി തരുമായിരുന്നു. അതുപോലെ ഈ കഴുത്തിൻ്റെ പുറകിലൊരു ഭയങ്കരമായിട്ടങ്ങ് കറുത്ത പാടായിരുന്നേ. അപ്പോൾ അതുമൊക്കെ അവർ മാറ്റി റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി ഒരുക്കങ്ങളായത്. അപ്പോൾ ഇനിയും ഇത് പോകുന്നതിന് 2 ദിവസം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെയാണേ. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് റെഡിയാക്കി ഞങ്ങളൊരു 11 മണിയായപ്പോൾ പോയതാണ് കേട്ടോ. വൈകിട്ടൊരു 3 മണി വരെ എടുത്തു. 2 പേരുടെയും, അവൻ്റെയും അവളുടെയും, നമ്മുടെ പൊന്നൂസിൻ്റെ അമ്മയുടെയും തലമുടിയൊക്കെ ഫെദർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ബ്യൂട്ടി പാർലറിലെ അവിടെ കുറച്ച് സ്പാ ചെയ്യുന്നതും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ കണ്ട നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു കേട്ടോ. ആദ്യം ഭയങ്കര കട്ട ചെളിയായിരുന്നു, തലേ നിറച്ച് ചുമന്ന്. കാര്യം ഇല്ല, ഗ്രൗണ്ടിലെ പൊടിയല്ലേ. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ആ വണ്ടി പറപ്പിച്ച് പോയത്. അപ്പോൾ ആ പൊടി മുഴുവൻ അടിച്ച് തലയിൽ കയറ്റിയിട്ടുണ്ട്. കണ്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല സുഖമായിരുന്നു തന്നെ. നമുക്ക് മുടിയിലൊന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതേപോലെ ഒട്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നല്ല വൃത്തിയായിട്ട് അവരെല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ ആദ്യപടിയായിട്ടുള്ള ഒരുക്കങ്ങളായത്. പിന്നെ അതിനുശേഷം അവിടെ മുടി നല്ലതായിട്ട് സ്പായും ചെയ്ത് നല്ല ഫെദറായിട്ട് വെട്ടി നല്ല സുന്ദരനും സുന്ദരിയാക്കി തന്നു 2 പേരുടെയും തല. അപ്പം നമ്മുടെ പൊന്നൂസ് ഇതെല്ലാം കണ്ട് അതിശയപ്പെട്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ ചൂടത്ത് ഭാഗ്യത്തിന് ഇതിനകത്ത് AC ആയതുകൊണ്ട് അവൾക്കൊരു പ്രശ്നവുമില്ല, അവിടെ ഇരുന്നു. പിന്നെ മുടി വെട്ടുന്നിടത്തല്ലാതെ അവർ നല്ല സഹകരണമുള്ള നല്ല സ്നേഹമുള്ള ഒരു ചേച്ചിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അപ്പുറത്ത് വേറെ മുടി വെട്ടാത്ത നമ്മുടെ ബ്യൂട്ടി പാർലറായിട്ടുള്ള സ്ഥലത്തോട്ട് പിന്നെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ആകുമ്പോൾ മുടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പിന്നെ അവിടെ പോയിരുന്നു. ആ സമയം കൊണ്ട് അവർ ഇവരെ 2 പേരെയും റെഡിയാക്കി തന്നു. അങ്ങനെ അവൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നല്ല നടന്നുകൊണ്ടിരിക്കുമായിരുന്നു തകൃതിയായിട്ട്. ഒന്നാമത്തെ കാര്യം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവരൊന്ന് ഇരിക്കുന്നത് തന്നെ, ഇവൻ ഇത്രയും സമയം ഇരിക്കുന്നത് തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്നാണ് ആദ്യമായിട്ട് അവിടെ ഇരിക്കുന്നത്. കുറേ ദിവസമായിട്ട് അലച്ചിലും ഓട്ടമൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ വണ്ടിയെല്ലാം റെഡിയാക്കി സെറ്റാക്കിയതിൻ്റെ സന്തോഷം കൊണ്ട് ഇനി അടുത്ത പടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനിയും കുറേ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. കാര്യം ഇത് മാത്രം പോരല്ലോ, ഡ്രസ്സും കാര്യങ്ങളും കുറേ ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ പരിപാടികളും പ്ലാൻ ചെയ്യും. പക്ഷേ ഇവനില്ല, വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ രാത്രിയാവും, പിന്നെ നടക്കാറില്ല. അങ്ങനെ മാറ്റി വെച്ച് ഇത് ഒരു സൺഡേ ആണേ. അപ്പോൾ അന്ന് എന്തായാലും പോകണം എന്ന് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടേ തിരിച്ച് കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് അവനെ ഫ്രീ ആയിട്ട് കിട്ടിയ ദിവസം ഞങ്ങളങ്ങ് ഉപയോഗിച്ചു. അപ്പം എന്താ അവളുടെ മുടി വെട്ടുന്നതുണ്ടോ. അപ്പോൾ അവളെ എന്തിനകത്തോ കണ്ടു ഫെദർ വെട്ടുന്ന നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് എന്നെ ഫോട്ടോയൊക്കെ കാണിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മുടെ പൊന്നൂസ് അടങ്ങിയിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ വീഡിയോ എടുക്കുന്നത്. അമ്മയവളെ എന്തോ ചെയ്യുവാണ്, അമ്മ ആൻറ്റി എന്ന് പറഞ്ഞവൾ നോക്കിയിരിക്കുന്നു. കണ്ടോ അവിടെ മുടി നല്ല നീളം ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ടങ്ങ് മുടി പൊഴിയുന്നു. പിന്നെ ഇപ്പം ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയുള്ളൂ, അതുകൊണ്ടായിരിക്കാം ഇത്രയും മുടി പോകുന്നത്. അങ്ങനെ അവിടെ മുടിയും സ്പായൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി. അവൻ്റെ മുടി നല്ലോണം പൊഴിയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പോൾ അവൻ്റെ മുടിയിൽ അവിടെ മുടി കൊഴിച്ചിലൊക്കെ ഇപ്പം നല്ലോണം കുറവുണ്ട്. അതുകൊണ്ട് പൊന്നൂസിനെ ഞാൻ അവിടെ കിടത്തിയിരിക്കുകയാണ്. അവിടെ ഒരു കസേരയിൽ കിടത്തി. അവൾ കുറേ നേരമായിട്ട് കയ്യിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ കിടത്തി. ഇതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അവിടെ തലേ പിന്നെ വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും നല്ലൊരു മസാജൊക്കെ കിട്ടി, നല്ലൊരു സുഖമാവും. ഇവിടെയൊക്കെ കൊണ്ട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം. അങ്ങനെ അവരതെല്ലാം മാറ്റി. കണ്ടോ
അപ്പോൾ ഇനി ഇതുവരെ ഉപയോഗിച്ച ചീപ്പും പിന്നെ പില്ലോ കവറും ഒന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വേണ്ടേ പൊന്നൂസിന് അതിശയം അമ്മയുടെ തലയിൽ കൂടെ ആവി വരുന്നെന്ന്. അങ്ങനെ അവൾ അതും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും മുടിയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ അടുത്ത് പിന്നെ നമ്മുടെ കോട്ടയത്തുള്ള ലുലു മാളിലേക്ക് പോയി. ഇത് കണ്ടോ മുടി, ഇതാണ് ഫൈനൽ ലുക്ക്. നല്ലതല്ലേ? എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. കണ്ടോ അവൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വെട്ടി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കോട്ടയത്തുള്ള ലുലു മാളിലെത്തി. പൊന്നൂസും ഞങ്ങളും കൂടെ ലുലു മാളിൽ വന്നേക്കുകയാണ്. ആദ്യം നമ്മൾ നേരെ പോകുന്നത് ഹൈപ്പർ മാർട്ടിലേക്കാണല്ലോ. അതിൽ തന്നെ ആദ്യം പോകുന്നത് നേരെ ഫുഡ് കോർട്ടിലോട്ടാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിലാണെങ്കിൽ വെജിറ്റേറിയൻ്റെ അവിടെ ഒരുപാട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വലിയ വിലയില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാമല്ലോ. അപ്പോൾ വിലയൊക്കെ അനുസരിച്ച് നമ്മളതനുസരിച്ച് 3-4 സാധനങ്ങൾ വാങ്ങിക്കും. അതാകുമ്പോൾ എല്ലാവർക്കും കൂടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാം, എല്ലാം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്നാൽ മേടിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ മേടിച്ചു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് അത്രയും വിശാലമായിട്ടല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളെങ്കിൽ എല്ലാം കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർട്ടിൽ കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അതെല്ലാം കൊണ്ട് മോളി വന്നിരുന്നു. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം കാണുന്നത്. കാരണം ലൈറ്റും ആളും എല്ലാം കണ്ട് അവളങ്ങനെ ഇരിക്കുമായിരുന്നു. കണ്ടോ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് അവളങ്ങനെ. ഞങ്ങൾ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ അവിടുന്ന് മേടിച്ച് കൂട്ടി. നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പം. അങ്ങനെ അതിൻ്റെ ഓഫറൊക്കെ കണ്ടുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ കുറേ കഴിക്കുന്ന ഐറ്റംസൊക്കെ മേടിച്ച് അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പോയിരുന്ന് നമുക്ക് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ പൊന്നൂസിന് 2-3 ഡ്രസ്സൊക്കെ മേടിച്ചു. നമ്മുടെ ഡ്രസ്സൊന്നും, വലിയവരുടെ ഡ്രസ്സൊന്നും അങ്ങനെ ഞങ്ങൾ നോക്കിയൊന്നുമില്ല. കുഞ്ഞിനുള്ളതായിരുന്നു എല്ലാം മേടിച്ചത്. നല്ല പാൻറ്റും സോക്സും കൂടുള്ള ഒരു ടൈപ്പ് പാൻറ്റ്, നല്ലതായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ മേടിച്ചു കൂട്ടി. എല്ലാം അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണേ. അപ്പം എല്ലാം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാര്യം നമ്മൾ കുഞ്ഞാവയും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട്. പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചോ, പിന്നെ അവിടെ ഇരുന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നപ്പം വേണ്ടേ അവളെ അവിടെ ഇരുത്തി. അവൾ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ നമ്മൾ പിടിച്ചാൽ പിന്നെ അതിനകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയും മിണ്ടാതെ. അങ്ങനെ ഞങ്ങളവിടെ കഴിക്കാനായിട്ടിരിക്കുവാണ്. എന്തൊക്കെയാണ് മേടിച്ചത്? ഫ്രൈഡ് റൈസ്, കുബൂസ്, പിന്നെ നൂഡിൽസ്, പനീർ ബട്ടർ മസാല, പിന്നെ റഷ്യൻ സലാഡും മേടിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അതിന്. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ലുലു മാളിലാണെങ്കിൽ നമ്മുടെ ഒരു മാങ്ങ കൊണ്ടൊരു സലാഡുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, മാങ്ങയും ക്യാരറ്റും ഒക്കെ കൂടെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആകുമ്പോൾ അത് മേടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത് കണ്ടില്ലേണ്ട, ഇതാണ് റഷ്യൻ സലാഡ്. അപ്പോൾ അതിന് പകരം ഞങ്ങൾ ഇത് മേടിച്ചു. അത് കൊള്ളാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നൂഡിൽസ് അത്ര പോരായിരുന്നു. അത് അവിടെ തന്നെയാണ്, തിരുവനന്തപുരത്താണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ദാണ്ടേ ഈ ഒരു ചാട്ട് വാങ്ങിച്ചു, അത് കൊള്ളായിരുന്നു. പിന്നെ ഒരു തൈര് വട എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചു കേട്ടോ. അതാണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതുപോലെ ഈ വെള്ളവും എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെന്തായിരുന്നു മേടിച്ചത്? പിന്നെ പനീർ ബട്ടർ മസാല മേടിച്ചു. അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് കൊള്ളാം കേട്ടോ, ഏറ്റവും അടിപൊളി സാധനമാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും. പിന്നെ കുബൂസ് അത്ര പോരായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു. തിരുവനന്തപുരത്താണ് എനിക്ക് തോന്നുന്നു, അവിടെ അപ്പോഴെ തന്നെ ഉണ്ടാക്കി തരുമായതുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഇത് പക്ഷേ അതൊരുമാതിരി ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കുബൂസ്. പിന്നെ അത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ ചൂടാക്കി ഒക്കെയായിരുന്നു കഴിച്ചത്. അങ്ങനെ പൊന്നൂസ് ഇതെല്ലാം ഇങ്ങനെ കണ്ട് അന്തം വിട്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നേ, നമ്മുടെ ജെറ്റിൻ. ഇപ്പോൾ അവൻ്റെ വലം കൈയാണ് ജെറ്റിൻ. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു വണ്ടി ഉണ്ടാക്കുന്ന വീഡിയോയും നേരത്തെയുള്ള വീഡിയോയും ഒക്കെ നോക്കി അറിയാം, ബർത്ത്ഡേയുടെ വീഡിയോയും ഒക്കെ നോക്കി അറിയാം. ഇപ്പോൾ അവൻ്റെ പിന്നെ എന്താ പറയുന്നത്, റൈറ്റ് ഹാൻഡാണ് നമ്മുടെ ജെറ്റിൻ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കോമ്പറ്റീഷന് പോകാനായിട്ടേ. ഇവരൊക്കെയാണ് അതിൻ്റെ ലീഡർമാർ. അങ്ങനെ ഇതാണ്ടേ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. പേപ്പർ പ്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചു. പിന്നെ സാൻഡ്വിച്ച് മേടിച്ചായിരുന്നു, അതും കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിൽ ഒട്ടും കൊള്ളരുതെന്ന് പറയാം. ഞങ്ങൾ ആദ്യമായിട്ടൊരു സാധനം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് കളയുന്നത്, അത് ആ തൈര് വടയായിരുന്നു കേട്ടോ. അതൊന്നിനും കൊള്ളത്തില്ലായിരുന്നു, അതിനുമാതിരി തണുത്ത് കല്ല് പോലെ ആയി.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. സൂപ്പറായിട്ട് കുറേ ഫോട്ടോ എടുത്തു. നമ്മുടെ പൊന്നൂസിനാണെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ നല്ല ഭംഗിയായിട്ട് നിന്നൊക്കെ തന്നു. പിന്നാണെങ്കിലുണ്ടല്ലോ ഞങ്ങൾ രണ്ട് പേരെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ സാധനം മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥ അതേ, അതിനെ നടുക്ക് കിടത്തിയിട്ട് രണ്ടുപേരും അവളെ ചാരി വെച്ചുകൊണ്ട് ഫോണും കണ്ടുകൊണ്ടിരിക്കുക. അപ്പുറവും ഇപ്പുറവും രണ്ട് അമ്മാവന്മാരും കൂടെ കുഞ്ഞിനെ നടുക്ക് കിടത്തിയിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചയായത്, ഒരമ്മാവനാണെ ഉറങ്ങി, കുഞ്ഞിനെ നോക്കി നോക്കി അവളും ഉറങ്ങി, അമ്മാവനും ഉറങ്ങി, മറ്റേ അമ്മാവൻ കാവലും.